ജനനായകൻ ഓഡിയോ ലോഞ്ചിനായി വിജയിയുടെ മാസ് എൻട്രി ദളപതി തിരുവഴയെന്ന് ആരാധകർ. ജനനായകൻ ഓഡിയോ ലോഞ്ചിനായി സിനിമയെ വെല്ലുന്ന മാസ് എൻട്രിയുമായി വിജയ് വന്നു. മലേഷ്യയിൽ നടക്കുന്ന ഓഡിയോ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുവാൻ പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങിയ വിജയിയുടെ വീഡിയോ വൈറലായിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഓഡിയോ ലോഞ്ച് വേദിയിലേക്കുള്ള യാത്രാ ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജയിയുടെ അവസാന ചിത്രമെന്ന പേരിൽ ശ്രദ്ധയാകർഷിച്ച സിനിമ കൂടിയാകുന്നു ജനനായകൻ. വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് ആരാധകർ. ദളപതി തിരുവിഴ എന്നാണ് മലേഷ്യയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓഡിയോ ലോഞ്ചിനെ വിശേഷിപ്പിച്ചത്. പ്രൈവറ്റ് ജെറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ പരമ്പരാഗത മലേഷ്യൻ നൃത്തവുമെല്ലാമായി വിജയ്ക്ക് വൻ വരവേൽപ്പാണ് മലേഷ്യ ഒരുക്കിയത്. നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക് കൈകൊടുത്തു പോകുന്ന വിജയിയെ കാത്ത് വഴിനീളെ ആരാധകരുമുണ്ടായിരുന്നു. ജനനായകനിലെ സംഗീതമൊരുക്കിയ അനിരുദ്ധ് രവിചന്ദറിൻ്റെ നേതൃത്വത്തിലാണ് ഓഡിയോ ലോഞ്ച് നടന്നത്. 30ഓളം ഗായകർ പരിപാടിയിൽ പങ്കെടുത്തു. ലോകേഷ് കനകരാജ്, നെൽസൺ ദിലീപ് കുമാർ, ആറ്റ്ലി എന്നീ സംവിധായകരും ചടങ്ങിനെത്തി. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ 2026 ജനുവരി 9 പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തും. വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രം എന്ന പ്രത്യേകത കൂടി ഉള്ളതിനാൽ ജനനായകൻ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരയൻ, പ്രിയാമണി, മമിത ബൈജു എന്നിവർ ചിത്രത്തിലെ പ്രധാന റോളുകളിൽ എത്തുന്നു. വെങ്കട് കെ നാരായൺ ആണ് KVN പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ജനനായകൻ നിർമ്മിച്ചിരിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻകെയുമാണ് സഹനിർമ്മാണം. മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിലെ ബുക്കിത് ജലീൽ നാഷണൽ സ്റ്റേഡിയത്തിൽ ജനനായകൻ ഓഡിയോ ലോഞ്ചിന് എത്തിയത് 90,000ഓളം ആരാധകരായിരുന്നു. സെപ്റ്റംബർ 27 വിജയ് പങ്കെടുത്ത തമിഴക വെട്രിക്കഴകത്തിൻ്റെ കരൂർ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരണപ്പെട്ട പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ക്വാലാലംപൂരിലെ ഓഡിയോ ലോഞ്ച് നടന്നത്. ഓഡിയോ ലോഞ്ച് ഒരു രാഷ്ട്രീയ പരിപാടി ആക്കരുതെന്ന് റോയൽ മലേഷ്യ പോലീസിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങളോടുള്ള നന്ദി ഞാൻ വാക്കിൽ പറഞ്ഞു നിർത്തില്ല. മൺവീട് മോഹിച്ചാണ് സിനിമയിൽ എത്തിയത്. നിങ്ങൾ എനിക്കൊരു കൊട്ടാരം നൽകി. 33 വർഷം ഒരാളെ പിന്തുണയ്ക്കുക എളുപ്പമല്ല. നിങ്ങൾക്ക് വേണ്ടി നിന്ന് നിങ്ങളോട് നന്ദി അറിയിക്കണമെന്നാണ് ആഗ്രഹം. എനിക്കായി എല്ലാം വിട്ടു നൽകിയ ആരാധകർക്ക് ഞാൻ എൻ്റെ സിനിമയെ വിട്ടു നൽകുന്നു. വിജയ്ക്ക് ആരാധകർ നൽകിയത് വൈകാരികമായ യാത്രയയപ്പായിരുന്നു. TVKയുടെ മുദ്രാവാക്യങ്ങൾ വിജയ് തന്നെ വിലക്കി. രാഷ്ട്രീയ പ്രചാരണങ്ങൾ പാടില്ലെന്ന് അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. സിനിമയിലെ ആദ്യ ദിവസം മുതൽ തനിക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടെന്ന് വേദിയിൽ വിജയ് പറഞ്ഞു. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും സുഹൃത്തുക്കൾ മാത്രം പോലെ ശക്തരായ എതിരാളികളെയും ആവശ്യമാണ്. അജിത്തിനെ സുഹൃത്തെന്നും വിജയ് വിശേഷിപ്പിച്ചു. ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ച മമിത ബൈജുവിനെ വിജയ് പ്രശംസിച്ചു. ജനനായകന് ശേഷം കുടുംബങ്ങൾ കൊണ്ടാടുന്ന സഹോദരിയായി മാറും എന്നായിരുന്നു ആശംസ. ചിത്രത്തിൽ വിജയ്ക്കൊപ്പം അനിരുദ്ധ് രവിചന്ദർ, പൂജ ഹെഗ്ഡെ, ലോകേഷ് കനകരാജ്, ആറ്റ്ലി. ഇനി ഇതുപോലെയൊന്നിന് സാക്ഷ്യം വഹിക്കാൻ ആവില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ആരാധകർ. താരവും അദ്ദേഹത്തിൻ്റെ ആരാധകരുമായി വൈകാരികമായ കൊടുക്കൽ വാങ്ങൽ നടന്ന വേദിയായി ഇത് മാറി.